ഹലോ, ഏവർക്കും വിദീപ് ഐടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനാണ്. എന്താണ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ എന്നതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ. Fiber optics is a branch of optics that deals with the study of propagation of light through transparent dielectric waveguide. ഒരു ഡയലക്ട്രിക് വേവ് ഗൈഡിലൂടെയുള്ള ലൈറ്റ് വേവിൻ്റെ പ്രൊപ്പഗേഷൻ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു ശാഖയാണ് ഫൈബർ ഒപ്റ്റിക്സ്. ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ is a method of transmitting information from one place to another by sending pulses of light through an optical fiber. ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ ലൈറ്റ് പൾസസ് ആയിട്ടാണ്. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെയുള്ള ലൈറ്റ് പൾസിൻ്റെ ട്രാൻസ്മിറ്റിംഗ് ആണ് എന്ത് പറയുന്നത് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് യൂസ്ഡ് ബൈ മെനി telecommunication companies to transmit telephone signals, internet communication and cable television signals etc. ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണയായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനീസുകൾ ഉപയോഗിക്കുന്നത് ടെലിഫോൺ സിഗ്നൽസ്, അതുപോലെ ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ, കേബിൾ ടെലിവിഷനൊക്കെ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ്. എങ്ങനെയാണത് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ളൊരു ബ്ലോക്ക് ഡയഗ്രാം. ഇവിടെ പറയുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സോഴ്സ്, സിഗ്നൽ ട്രാൻസ്മിറ്റർ, ഒപ്റ്റിക്കൽ സോഴ്സ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ, സിഗ്നൽ റിസീവർ, ദെൻ ഡെസ്റ്റിനേഷൻ. ഇനി ഓരോ ബ്ലോക്കും എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ വിശദീകരിക്കുന്നത്. വെൻ ദ ഇൻപുട്ട് ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഈസ് ഗിവൺ ടു ദി ട്രാൻസ്മിറ്റർ സർക്യൂട്ടറി, ഇറ്റ് കൺവേർട്സ് ദം ഇൻ ടു ലൈറ്റ് സിഗ്നൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലൈറ്റ് സോഴ്സ്. ഒരു ഇൻപുട്ട് ഡാറ്റ, അതായത് നമ്മുടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസിൻ്റെ രൂപത്തിലായിരിക്കും. അതെന്ത് ചെയ്യും, നമ്മൾ ട്രാൻസ്മിറ്റർ സർക്യൂട്ടറിയിലേക്ക് കൊടുക്കും. ഈ ട്രാൻസ്മിറ്റർ സിഗ്നൽ, അതായത് സിഗ്നൽ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ബ്ലോക്ക്, ഈ സിഗ്നൽ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും, ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റ് സിഗ്നലാക്കി മാറ്റും. ഇലക്ട്രിക് സിഗ്നലെ ലൈറ്റ് സിഗ്നലാക്കി ഒരു ലൈറ്റ് സോഴ്സിൻ്റെ സഹായത്തോടെ ലൈറ്റ് സിഗ്നലാക്കി മാറ്റും. ദീസ് സോഴ്സസ് ഓഫ് LEDs whose amplitude, frequency and phase must remain stable and free from fluctuations in order to have efficient transmission. ഈ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഒരു LED ആയിരിക്കും. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, അതുപോലെ ഫേസ് ഒക്കെ എന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. ആൻഡ് ഫ്രീ ഫ്രം ഫ്ലക്ച്വേഷൻ, അതായത് അവിടെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളൊന്നും വരാതെ അത് എന്താണ് സ്റ്റേബിൾ ആയിട്ടുള്ള സിഗ്നൽസ് ആയിരിക്കും. The light beam from the source is carried by a fiber optic cable to the destination circuitry, wherein the information is transformed or converted back to electrical signals by a receiver circuit. അപ്പോൾ ആ ഒപ്റ്റിക്കൽ സോഴ്സ് ഉണ്ടാക്കി മാറ്റും, അതിനെ ഒരു ലൈറ്റ് സിഗ്നലാക്കി മാറ്റിയതിന് ശേഷം അതൊരു ഒപ്റ്റിക്കൽ കേബിൾ വഴി പാസ് ചെയ്യും. ഈ ഒപ്റ്റിക്കൽ കേബിൾ വഴി സെൻഡ് ചെയ്തിട്ട് അവിടെ ഒരു ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ ഉണ്ടായിരിക്കും. ഈ ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ നമ്മുടെ ലൈറ്റ് സിഗ്നൽസിനെ വീണ്ടും അത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും, എന്നിട്ട് റിസീവർ സർക്യൂട്ടിലേക്ക് കൊടുക്കും. ഇതാണ് ഒരു പ്രധാനമായിട്ടും ഒരു നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം പറയുന്നത്. The receiver circuit consists of a photo detector along with an appropriate electronic circuit which is capable of measuring magnitude, frequency and phase of the optic field. ഒരു റിസീവർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ ഡിറ്റക്ടർ ആയിരിക്കും. അതിൻ്റെ മെഷറിങ് മാഗ്നിറ്റ്യൂഡ്, ഫ്രീക്വൻസി ഒക്കെ ഫേസിലൊക്കെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോ ഡിറ്റക്ടർ ആയിരിക്കും. This type of communication uses the wavelength near to the infrared band that are just above the visible band. ഇതും കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വിസിബിൾ റേഞ്ചിൽ നിന്ന് കൂടുതലായിട്ടുള്ള IF, ഇൻഫ്രാറെഡ്, IR എന്താണ് ഇൻഫ്രാറെഡ്
റീജിയനാണ് നമ്മളിതിനെ സെലക്ട് ചെയ്യുന്നത്. ആ വേവ് ലെങ്ത്തിലുള്ള സിഗ്നൽസാണ് സെലക്ട് ചെയ്യുന്നത്. ഇൻഫ്രാറെഡ്, IR. ബോത്ത് LED ആൻഡ് ലേസർ ക്യാൻ ബി യൂസ്ഡ് ആസ് ലൈറ്റ് സോഴ്സസ് ബേസ്ഡ് ഓൺ ദി ആപ്ലിക്കേഷൻ. ഇവിടെ ലൈറ്റ് സോഴ്സായിട്ട് നമ്മൾ LED യും അതുപോലെ തന്നെ എന്താണ് ലേസറും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ അനുസരിച്ച് LED യോ അതുപോലെ തന്നെ എന്താണ് ലേസറോ ഉപയോഗിക്കുന്നു. ഇനി ബേസിക് എലമെൻറ്റ്സ് ഓഫ് എ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഒരു ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ ബേസിക് എലമെൻറ്റ്സ് ഏതെല്ലാമെന്നാണ് ഇനി പഠിക്കുന്നത്. There are 3 main basic elements of fiber optic communication system. പ്രധാനമായും 3 തരത്തിലുള്ള എലമെൻറ്റ്സ് ആണ് ഒരു ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. They are compact light source, loss optical fiber, photo detector. ഒരു ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 3 എലമെൻറ്റ്സ് ആണ് കോമ്പാക്ട് ലൈറ്റ് സോഴ്സ്, ലോസ് optical fiber, photo detector. Accessories like connectors, switches, OFC couplers, multiplexing devices, amplifiers and splicers are also essential elements in this optical fiber communication system. മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ പറയുന്ന പോലെ തന്നെ ബാക്കി ആക്സസറീസും കണക്ടേഴ്സൊക്കെ, അതേപോലെ സ്വിച്ചസ്, കണക്ടേഴ്സ്, OFC കപ്ലേഴ്സ്, മൾട്ടിപ്ലക്സിങ് ഡിവൈസസ്, ആംപ്ലിഫയേഴ്സ് ഒക്കെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് കോമ്പാക്ട് ലൈറ്റ് സോഴ്സ്. ഡിപ്പെൻഡിങ് ഓൺ ദ ആപ്ലിക്കേഷൻസ് ദ ലൈറ്റ് സോഴ്സ് റിക്വയർമെൻറ്റ്സ് മേ വാരി. നമ്മൾ ആപ്ലിക്കേഷൻസ് അനുസരിച്ച് അതിൽ ലൈറ്റ് സോഴ്സ് എന്ത് ചെയ്യാം, വാരി ചെയ്യും. പറഞ്ഞു LED അല്ലെങ്കിൽ ലേസറൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ റിക്വയർമെൻറ്റ്സ് ഓഫ് സോഴ്സസ് ഇൻക്ലൂഡിങ് പവർ, സ്പീഡ്, സ്പെക്ട്രൽ ലൈൻ വിഡ്ത്ത്, നോയ്സ്, റെഗുലർനെസ്, കോസ്റ്റ്, ടെമ്പറേച്ചർ ആൻഡ് സോൺ. അത് വരുന്ന ഇതാണ് പവർ, സ്പീഡ്, സ്പെക്ട്രൽ ലൈന്, വിഡ്ത്ത്, നോയ്സ്, റെഗുലർനെസ്, കോസ്റ്റ്, ടെമ്പറേച്ചർ, ഇതൊക്കെ അതിൽ വരുന്ന റിക്വയർമെൻറ്റ്സ് ആണ്. 2 കമ്പോണൻറ്റ്സ് ആർ യൂസ്ഡ് ആസ് ലൈറ്റ് സോഴ്സ്. 2 കമ്പോണൻറ്റ്സ് ആണ് സാധാരണയായിട്ട് ലൈറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് LED യും അതുപോലെ എന്താണ് ലേസർ ഡയോഡ്സ്. അപ്പോൾ നമ്മുടെ എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള കമ്പോണൻറ്റ്സ് നമുക്ക് അതിൽ ഉപയോഗിക്കാം, ആപ്ലിക്കേഷൻ അനുസരിച്ച് ഉപയോഗിക്കാം. അതിന് കുറച്ച് പാരാമീറ്റേഴ്സ് പറയുന്നത്. ദ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആർ യൂസ്ഡ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് ആൻഡ് ലോ ഡാറ്റ റേറ്റ് ആപ്ലിക്കേഷൻസ് ഡ്യൂ ടു ദെയർ ലോ ബാൻഡ് വിഡ്ത്ത് ആൻഡ് പവർ കാപ്പബിലിറ്റീസ്. LED നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ഷോർട്ട് ഡിസ്റ്റൻസിൽ, അതുപോലെ തന്നെ ലോ ഡാറ്റ റേറ്റ് ആപ്ലിക്കേഷന്. ഷോർട്ട് ഡിസ്റ്റൻസും ലോ ഡാറ്റ റേറ്റ് ആപ്ലിക്കേഷനും കാരണം തന്നെ കുറഞ്ഞ ബാൻഡ് വിഡ്ത്തുമാണ്, അതുപോലെ തന്നെ പവർ കാപ്പബിലിറ്റിയും കുറഞ്ഞ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വളരെ കുറഞ്ഞ ഷോർട്ട് ഡിസ്റ്റൻസ് ലോ ഡാറ്റ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, LEDs ഉപയോഗിക്കുന്നത്. ഫോർ ലോങ്ങർ ഡിസ്റ്റൻസ് ആൻഡ് ഹൈ ഡാറ്റ റേറ്റ് ട്രാൻസ്മിഷൻ ലേസർ ഡയോഡ്സ് ആർ പ്രിഫേർഡ് ഡ്യൂ ടു ഇറ്റ്സ് ഹൈ പവർ, ഹൈ സ്പീഡ് ആൻഡ് നാരോ സ്പെക്ട്രൽ ലൈൻ വിഡ്ത്ത് ക്യാരക്ടറിസ്റ്റിക്. ലോങ്ങർ ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ എന്താണ് ഹൈ ഡാറ്റ റേറ്റ് ട്രാൻസ്മിഷൻ അതൊക്കെ നമ്മൾ ലേസർ ഡയോഡ്സാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ ഹൈ പവർ, ഹൈ സ്പീഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നത് ലേസർ ഡയോഡ്സാണ്. ബട്ട് ദീസ് ആർ ഇൻഹറൻ്റ്ലി നോൺ ലീനിയർ ആൻഡ് മോർ സെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ. എന്താണ് ടെമ്പറേച്ചർ സെൻസിറ്റീവായുള്ള കമ്പോണൻസ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോ ലോസ് ഒപ്റ്റിക്കൽ ഫൈബർ. The purpose of optical fiber is to transmit light signal from transmitter to receiver. ഇവിടെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ഉപയോഗം എന്ന് പറയുന്നത് ലൈറ്റ് സിഗ്നലിനെ ട്രാൻസ്മിറ്ററിൽ നിന്നും റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ലൈറ്റ് സിഗ്നൽ ട്രാൻസ്മിറ്ററിൽ നിന്നും റിസീവറിലേക്ക് പാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഉപയോഗിക്കുന്നത്. Optical fiber is a cable which is also known as cylindrical dielectric waveguide made of low loss material. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞൊരു കേബിളാണ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് സിലിണ്ട്രിക്കൽ ഡയലക്ട്രിക് വേവ് ഗൈഡ് എന്ന്. വളരെ കുറഞ്ഞ ലോസ് വരുന്ന ലോ ലോസ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കേബിൾസാണ്. An optical fiber considers the parameters like environment in which it is operating, the tensile strength, durability and rigidity. അപ്പോൾ ഇവിടെ ഒപ്റ്റിക്കൽ ഫൈബർ അതിൻ്റെ പാരാമീറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നത് ഏതൊക്കെയാണ്?
റിജിഡിറ്റി, അത് ഏത് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റി, ടെൻസൈൽ സ്ട്രെങ്ത്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ ഫൈബർ ഒപ്റ്റിക് കേബിൾ ഈസ് മെയ്ഡ് ഓഫ് ഹൈ ക്വാളിറ്റി എക്സ്ട്രൂഡഡ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് ആൻഡ് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. ഒരു ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഹൈ ക്വാളിറ്റി എക്സ്ട്രൂഡഡ് ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, അത് ഫ്ലെക്സിബിളാണ്. ദ ഡയമീറ്റർ ഓഫ് ദ ഫൈബർ ഒപ്റ്റിക് കേബിൾ ഈസ് ഇൻ ബിറ്റ്വീൻ 0.25 to 0.5 mm. ഒരു ഫൈബർ ഒപ്റ്റിക് കേബിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.25 mm മുതൽ 0.5 mm, അത്രയും കനം കുറഞ്ഞ, സ്ലൈറ്റ്ലി തിക്കർ ദാൻ എ ഹ്യൂമൻ. ഒരു എയറിനേക്കാൾ കുറച്ചും കൂടി തിക്കറായിട്ട് വരുന്ന അത്രയും സൈസ് ഉണ്ടായിട്ടുള്ളൂ എന്ത്, ഒരു ഒപ്റ്റിക്കൽ ഫൈബർ. മൂന്നാമത്തെ ഫോട്ടോ ഡിറ്റക്ടേഴ്സ്. എന്താണ് ഫോട്ടോ ഡിറ്റക്ടേഴ്സ്? The purpose of photo detector is to convert the light signal back to an electrical signal. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ ഡിറ്റക്ടറാണ്. ആദ്യം നമ്മൾ ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞു, ലൈറ്റ് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റ് സിഗ്നലാക്കി മാറ്റാനുള്ള ഒരു ലൈറ്റ് സോഴ്സ് പറഞ്ഞു, പിന്നെ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പറഞ്ഞു. ദെൻ മൂന്നാമത് വരുന്നതാണ് ഫോട്ടോ ഡിറ്റക്ടർ. ഈ ഫോട്ടോ ഡിറ്റക്ടർ എന്ന് പറയുന്നത് അവിടെ എത്തിയ ലൈറ്റ് സിഗ്നലിനെ വീണ്ടും നമുക്ക് എന്താക്കി മാറ്റണം, ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റാം. ആ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്ന ആ ഡിവൈസാണ് എന്ത്, ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത്. 2 types of photo detectors are mainly used for optical receiver in optical communication system. ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും 2 ടൈപ്പിലുള്ള ഫോട്ടോ ഡിറ്റക്ടേഴ്സാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് PN ഫോട്ടോ ഡയോഡും ആവാലഞ്ച് ഫോട്ടോ ഡയോഡും. PN ഫോട്ടോ ഡയോഡും ആവാലഞ്ച് ഫോട്ടോ ഡയോഡുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Depending on the applications wavelengths, the material composition of these devices may vary. നമ്മുടെ അപ്ലിക്കേഷൻസ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് അതിൻ്റെ വേവ് ലെങ്ത്ത്, അതുപോലെ എന്താണ് മെറ്റീരിയൽ കോമ്പോസിഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ദീസ് മെറ്റീരിയൽസ് ഇൻക്ലൂഡ് സിലിക്കൺ, ജെർമേനിയം, ഇൻഡിയം ഗാലിയം ആർസനിക് എക്സ്ട്രാ. ഈ മെറ്റീരിയൽ സിലിക്കൺ, ജെർമേനിയം, ഇൻഡിയം ഗാലിയം ആർസനൈഡ് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? The primary advantage of the fiber optic cables over conventional cables and radio waves are, ഒരു ഫൈബർ ഒപ്റ്റിക് കേബിളിന് മറ്റ് കൺവെൻഷണൽ കേബിളിനേക്കാൾ ഉള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, പ്രൈമറി ആയിട്ട് വരുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് വൈഡർ ബാൻഡ് വിഡ്ത്ത്. അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്തായിരിക്കും, കുറച്ചുകൂടി വൈഡായിരിക്കും. ഒപ്റ്റിക്കൽ ഫൈബർ ഹാവ് ഗ്രേറ്റർ ഇൻഫർമേഷൻ കപ്പാസിറ്റി ദാൻ മെറ്റാലിക് കേബിൾ because of the inherently wider bandwidth up to several thousand gigahertz available with optical frequencies. ഇവിടെ കൺവെൻഷണൽ കേബിളിനെ അപേക്ഷിച്ച് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് സൈസ് കൂടുതലായിരിക്കും, വൈഡർ ബാൻഡ് വിഡ്ത്ത് സൈസ്. അത് കാരണം കൂടുതൽ ഇൻഫർമേഷൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും, അതായത് ജിഗാ ഹെഡ്സ് റേഞ്ചിലൊക്കെ ആയിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞത്. ഇറ്റ് ഹാസ് ഹയർ ഇൻഫർമേഷൻ ക്യാരിയിങ് കപ്പാസിറ്റി. 2 ലോവർ ലോസ് കോർണർ. വിത്ത് ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ദർ ഈസ് ലെസ് സിഗ്നൽ അറ്റുനേഷൻ ഓവർ ലോങ് ഡിസ്റ്റൻസ്. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഉണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സാധാരണ കേബിൾ അപേക്ഷിച്ച് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷനിലൊക്കെ അതിൻ്റെ ഡാറ്റ ലോസ് വളരെ കുറവായിരിക്കും. സ്മോൾ സൈസ് ആൻഡ് ലൈറ്റ് വെയ്റ്റ്. മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജാണ് സ്മോൾ സൈസും അഡ്വാൻറ്റേജും ലൈറ്റ് വെയ്റ്റും. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ വെരി സ്മോൾ ഡയമീറ്റർ ഇൻ ദ റേഞ്ച് ഫ്രം 10 micrometers to 50 micrometers. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 മൈക്രോമീറ്റർ മുതൽ 50 മൈക്രോമീറ്റർ വരെ ആയിരിക്കും. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹ്യൂമൻ എയറിനേക്കാളും ജസ്റ്റ് കുറച്ചൊരു വലിപ്പമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. The space occupied by the fiber cable is negligibly small as compared to conventional electrical copper cable. കൺവെൻഷണൽ ഇലക്ട്രിക്കൽ കോപ്പർ കേബിളിനേക്കാൾ വളരെ കുറഞ്ഞ സ്പേസ് മതി ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇനി സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഫൈബർ ഒപ്റ്റിക് കേബിൾസ് കനോട്ട് ബി ടാപ്ഡ് ആസ് ഈസിലി ആസ് ഇലക്ട്രിക്കൽ കേബിൾ. ഇലക്ട്രിക്കൽ കേബിൾ ടാപ്പ് ചെയ്യുന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഫൈബർ ഒപ്റ്റിക് കേബിൾ ടാപ്പ് ചെയ്യാൻ പറ്റില്ല. ഇനി എൻവയോൺമെൻറ്റൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ
ഒരു പോയിന്റ്. OFC cables are more resistant to environment extremes including weather variations than metallic cables. ഒരു OFC ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് എന്താണ് മോർ റെസിസ്റ്റൻസ്, അതിൻ്റെ എൻവയോൺമെൻറ്റൽ കണ്ടീഷന് എന്താണ് മോർ റെസിസ്റ്റൻസ്, അതായത് വെതർ വേരിയേഷൻ ദാൻ മെറ്റാലിക് കേബിൾസ്. ഒരു മെറ്റാലിക് കേബിളിന് വെതർ വേരിയേഷൻസ് ഒക്കെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും, പക്ഷേ OFCക്ക് എന്ത് ചെയ്യില്ല, അത്രയൊരു അധികം ബാധിക്കാറില്ല. Optic cables also operate over a wide temperature range and are less affected by corrosive liquids and gases. ഇവിടെ കൊറോഷൻ പിന്നെ ലിക്വിഡ് ഗ്യാസ് ഒന്നും തന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല, വൈഡ് ടെമ്പറേച്ചർ റേഞ്ചിൽ അത് വർക്ക് ചെയ്യും. ഇലക്ട്രിക്കൽ ഐസൊലേഷൻ. Optical fibers are fabricated from glass or plastic polymers. They are electrical insulators, therefore they do not exhibit airflow. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഗ്ലാസ് അതുപോലെ പോളിമേഴ്സ് കൊണ്ട് നിർമ്മിച്ചത് കാരണം അവിടെ എന്താണ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററാണ്. അതിന് കാരണം എന്ത് ചെയ്യുക, ഒരു എർത്ത് ലൂപ്പോ അതുപോലെ ഇൻ്റർഫറൻസ് പ്രോബ്ലം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സോ അതൊന്നും അതിനെന്ത് ചെയ്യില്ല, ബാധിക്കുന്നില്ല. പൊട്ടൻഷ്യൽ ലോ കോസ്റ്റ് ആൻഡ് മെയിൻ്റനൻസ്. അടുത്ത പോയിന്റ് പൊട്ടൻഷ്യൽ ലോ കോസ്റ്റ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇൻ കമ്പാരിസൺ വിത്ത് ദ കോപ്പർ കണ്ടക്ടേഴ്സ് ഒപ്റ്റിക് ഫൈബേഴ്സ് ഓഫേഴ്സ് ലോ കോസ്റ്റ് ലൈൻ കമ്മ്യൂണിക്കേഷൻ. അതായത് ലൈൻ കമ്മ്യൂണിക്കേഷൻ ലോ കോസ്റ്റ്, വളരെ കുറഞ്ഞ കോസ്റ്റുള്ള കമ്മ്യൂണിക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് മെനി മൈൽസ് ഓഫ് ഒപ്റ്റിക്കൽ കേബിൾസ് ആർ ഈസിയർ ആൻഡ് ലെസ് എക്സ്പെൻസീവ് ടു ഇൻസ്റ്റാൾ ദാൻ ദ സെയിം എമൗണ്ട് ഓഫ് കോപ്പർ വയർ ഓഫ് കേബിൾ. നമുക്ക് എത്ര ദൂരത്തിലുള്ള കണക്ഷനും കമ്മ്യൂണിക്കേഷനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇൻസ്റ്റാൾ ചെയ്യില്ല, അത് വളരെ ചീപ്പറാണ്, അതായത് ലെസ് എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ എന്താണ് കോപ്പർ വയറും കേബിൾ വയർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എന്താണ് വളരെ ചീപ്പ് റേറ്റിലേക്ക് നമുക്ക് ഇത് എന്ത് ചെയ്യാം, OFC ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജ് പറഞ്ഞു, ഇനി അതിൽ വരുന്ന ചെറിയ ഡിസഡ്വാൻറ്റേജ്, 1-2 ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. The cost of interfacing equipments necessary to convert electrical signals to optical signal is more. അവിടെ നമ്മൾ പറഞ്ഞു ഒരു ഫസ്റ്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ, നമ്മുടെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സിഗ്നലാണ്, അത് നമുക്ക് എന്താക്കി മാറ്റണം, ലൈറ്റ് സിഗ്നലാക്കി മാറ്റണം. അപ്പോൾ അവിടെ ഇൻ്റർഫേസിങ് എക്യുപ്മെൻറ്റ് നമുക്ക് നിർബന്ധമാണ്, അതായത് ആ സിഗ്നലിനെ കൺവേർട്ട് ചെയ്യണം, അതായത് ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റേഴ്സും റിസീവേഴ്സൊക്കെ വേണം. സ്പ്ലൈസിങ് ഫൈബർ ഒപ്റ്റിക് കേബിൾ ഈസ് ഓൾസോ മോർ ഡിഫിക്കൾട്ട്. അതുപോലെ സ്പ്ലൈസിങ് ഫൈബർ ഒപ്റ്റിക് കേബിൾസിൻ്റെ സ്പ്ലൈസിങ് എന്താണ് കുറച്ചും കൂടി ഡിഫിക്കൾട്ടാണ്, അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്പെൻസീവ് ഓവർ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ എന്താണ് കുറച്ചും കൂടി എക്സ്പെൻസീവാണ്. റിക്വയർസ് ഹൈലി സ്കിൽഡ് ഇൻസ്റ്റാളേഴ്സ്. സാധാരണ ഒരു കൺവെൻഷൻ നമ്മൾ ഉപയോഗിക്കുന്ന കോപ്പർ വയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ട്, അതായത് എന്താണ് സ്കിൽഡ് ഇൻസ്റ്റാളേഴ്സ് തന്നെ വേണം എന്ത് ചെയ്യണം, അത് കണക്ട് ചെയ്യുന്നതെങ്കിൽ. ആഡിങ് അഡീഷണൽ നോട്ട്സ് ഈസ് ഡിഫിക്കൽട്ട്. അതുപോലെ എക്സ്ട്രാ നോട്ട്സ് നമ്മൾ കണക്ട് ചെയ്യുന്ന എക്സ്ട്രാ നോട്ട്സ് ആഡ് ചെയ്യലൊക്കെ എന്താണ് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജിൽ വരുന്നത്. റഗഡ്നെസ്. The main disadvantage of the fiber optic cable is its small size and brittleness make more difficult to work with it. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ഡിഫിക്കൽട്ടായിട്ട് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നതാണ് ഫൈബർ ഒപ്റ്റിക് കേബിളിൻ്റെ സൈസ്, വളരെ കുറഞ്ഞ സൈസ്. അത് ഇപ്പോൾ തന്നെ ബ്രിട്ടിൽനെസ്, അതായത് പൊട്ടിപ്പോകാനുള്ള സാധ്യത, ഫ്ലെക്സിബിൾ ആണെങ്കിൽ കൂടി പൊട്ടിപ്പോകാനുള്ളൊരു സാധ്യതയുള്ള കാരണം അതായത് വർക്ക് ചെയ്ത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. ഇനി ഫൈബർ ഒപ്റ്റിക് ആപ്ലിക്കേഷൻ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു, ഫൈബർ ഒപ്റ്റിക്സ് എവിടെ ഉപയോഗിക്കുന്നു? ടെലികമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻസ് ആർ വൈഡ് സ്പ്രെഡ് റേഞ്ചിങ് ഫ്രം ഗ്ലോബൽ നെറ്റ്വർക്ക് ടു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. ഗ്ലോബൽ നെറ്റ്വർക്ക്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഫൈബർ ഒപ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. ഫൈബർ ഒപ്റ്റിക് ആപ്ലിക്കേഷൻസ് അതിൽ വരുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ, അതായത് എന്താണ് ഡാറ്റ ട്രാൻസ്മിഷനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. മൾട്ടിനാഷണൽ ഫേംസ് നീഡ് സോഴ്സ് റിലയബിൾ സിസ്റ്റംസ് ടു ട്രാൻസ്ഫർ ഡാറ്റ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ബിറ്റ്വീൻ buildings to the desktop terminals or computers and to transfer data around the world. മൾട്ടിനാഷണൽ ഫോംസൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഫൈബർ ഒപ്റ്റിക്സ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കും.
Cable television companies also use optical fiber communication system for the delivery of digital video and data services. കേബിൾ ടെലിവിഷൻ കമ്പനികളിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. കാരണം ഡിജിറ്റൽ സിഗ്നലിൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട്, അതുപോലെ ഡാറ്റ സർവീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നു, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഉപയോഗിക്കുന്നു. The high bandwidth provided by fibers make it a perfect choice for transmitting broadband signals such as high definition television telecast. ഇവിടെ ബാൻഡ് വിഡ്ത്ത് കൂടുതലായ കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെയുള്ള ട്രാൻസ്മിറ്റിങ് വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്മിറ്റിങ് നടക്കാൻ പറ്റുന്ന കാരണം നമ്മളത് എന്താണ് HD TVയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. Intelligent transport systems such as smart highways with intelligent traffic lights, automated toll booths and changeable message signs also use fiber optic based telemetry system. അതുപോലെ ഇൻ്റലിജൻറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം നമുക്കറിയാം, സ്മാർട്ട് ഹൈവേസ് സിഗ്നൽസൊക്കെ ഉപയോഗിച്ചുള്ള സ്മാർട്ട് ഹൈവേസിൽ, അതുപോലെ ഇൻ്റലിജൻറ്റ് ട്രാഫിക് ലൈറ്റുകൾ, ഓട്ടോമേറ്റഡ് ടോൾ ബൂത്തിൽ, അതുപോലെ തന്നെ ചേഞ്ചബിൾ മെസ്സേജ് സൈൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മെസ്സേജ് അവിടെ, അതുപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഫൈബർ ഒപ്റ്റിക് ബേസ്ഡ് ടെലിമെട്രി സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Another important application for optical fiber is the biomedical industry. മറ്റൊരു ഇതെന്ന് പറയുന്നത് ബയോമെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നു. ഫൈബർ ഒപ്റ്റിക് സിസ്റ്റംസ് ആർ യൂസ്ഡ് ഇൻ മോസ്റ്റ് മോഡേൺ ടെലിമെഡിസിൻ ഡിവൈസസ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഡിജിറ്റൽ ഡയഗ്നോസ്റ്റിക് ഇമേജസ്, അല്ലേ, ടെലിമെഡിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമുക്കൊരു സ്ഥലത്ത് നിന്നുള്ള ഡയഗ്നോസ്റ്റിക് ചെയ്തുള്ള ഇമേജസൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. Other application for optical fiber include space, military, automotive and other industrial sector. അപ്പോൾ ഒരുവിധം എല്ലാ തരത്തിലുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. കാരണം അതിന് അഡ്വാൻറ്റേജ് ഒരുപാടുണ്ട്. അത് കാരണം നമ്മൾ ഒരുവിധം എല്ലാ സ്ഥലത്തും നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നു. അതായത് ടെലികമ്മ്യൂണിക്കേഷൻ ഇതിൽ നമ്മൾ റവല്യൂഷനൈസ്ഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് തന്നെയാണ് ഇത് എന്ന് പറയുന്നത് ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഒരു വീഡിയോയിലേക്ക് ഇഷ്ടമായെങ്കിൽ താങ്ക് യു.